ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാമ്പത്തിക വിദഗ്ധൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പകരച്ചുങ്ക പകരം വീട്ടൽ ട്രംപ് നടത്തുമ്പോൾ ദേശീയ തലത്തിലുള്ള മാറ്റമൊപ്പ് ആഗോളതലത്തിൽ തന്നെ ഒരു വലിയ ക്ഷീണമാണ് വിപണികളിൽ സംഭവിക്കുന്നത്. ഇതിനെ എങ്ങനെ മറികടക്കാൻ വേണ്ടി പറ്റും? ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം, ഇന്നലെ മോശമായിരുന്നെങ്കിൽ ഇന്ന് വിപണി ഉയർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഉണർന്നിട്ടുണ്ട്. അത് ഒരാഴ്ചയെങ്കിലും നിന്നാൽ മാത്രമേ ഇതിനകത്ത് കാര്യമുള്ളൂ എന്നാണ് വിദഗ്ധർ തന്നെ പറയുന്നത്. ആ നിലപാട് തന്നെയാണോ അങ്ങേക്കും? അല്ല, ഇത് താൽക്കാലികം തന്നെയാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പോൾ ഏപ്രിൽ 9-ന് ട്രംപ് വീണ്ടും താരിഫുമായിട്ട് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഫാർമ ഉൽപ്പന്നങ്ങൾക്കും താരിഫ് ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എവിടെ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല, എവിടെ നിന്നുള്ള ഫാർമ ഉൽപ്പന്നങ്ങൾക്കും തീരുവ ഉയർത്തുമെന്നുള്ളൊരു പ്രഖ്യാപനമുണ്ട്. ഇപ്പൊ ഫാർമ ഇൻഡസ്ട്രി നമുക്ക് നോക്കിയാൽ അറിയാം, ഇടിയുമ്പോഴും ഫാർമയുടെ ഇടിവ് കുറവായിരുന്നു. പക്ഷേ മറ്റുൽപ്പന്നങ്ങൾ IT-യിലെ ഷെയറുകൾ ഇടിഞ്ഞതുപോലെ ഇടിഞ്ഞിട്ടില്ല. അപ്പൊ ഫാർമ പിടിച്ചു നിന്നതിന്റെ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ തീരുവ ഉയർത്താതിരുന്നത് കൊണ്ടിട്ടാണ്. ഇനി അതിനും കൂടി ബാധിക്കുന്ന രീതിയിലായിരിക്കും ട്രംപിന്റെ തുടർന്നുള്ള നടപടികൾ എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് തീർച്ചയായിട്ടും അമേരിക്കയ്ക്കും കുഴപ്പമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളവും വലിയ ദോഷം തന്നെ ചെയ്യും. കാരണം നമുക്കൊരു മുമ്പിലുള്ളൊരു പാഠമെന്ന് പറയുന്നത് ട്രംപിന്റെ ഒന്നാം ഭരണകാലമാണ്. ഒന്നാം ഭരണകാലത്ത് അദ്ദേഹം ചൈനയുമായിട്ടായിരുന്നു വ്യാപാര യുദ്ധത്തിന് പോയത്. അന്ന് ചൈനയുടെ ഉൽപ്പന്നങ്ങളുടെ മേൽ താരിഫ് ഉയർത്തിയപ്പോൾ ചൈന തിരിച്ചടിച്ചു. അന്നും ചൈന തിരിച്ചടിച്ചു. സംഭവം രണ്ടുപേർക്കും ഗുണം ചെയ്തില്ല എന്ന് മാത്രമല്ല, അമേരിക്കയുടെ കമ്മി മുമ്പുണ്ടായിരുന്ന ഒബാമയുടെ കാലത്തുണ്ടായിരുന്ന കമ്മിയെക്കാട്ടും ഉയരുകയാണ് ഉണ്ടായത്. അപ്പൊ വ്യാപാര കമ്മി കുറയ്ക്കും, കറണ്ട് അക്കൗണ്ട് കമ്മി കുറയ്ക്കും എന്നൊക്കെ പറയുന്ന വാദത്തിന് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നില്ല. അത് വളരെ ഇപ്പോഴും മാന്ദ്യസാധ്യത ഏതാണ്ട് 60% എത്തുമെന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല, ഈ താരിഫുകൾ വലിയ തോതിൽ വർദ്ധിക്കുമെന്ന് ഫെഡറൽ റിസർവിന്റെ മേധാവി തന്നെ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലാണ് എന്നുള്ളത് ഫെഡറൽ റിസർവിന്റെ മേധാവി തന്നെ വ്യക്തമാക്കിയ ഒരു സാഹചര്യമുണ്ട്. വാൾസ്ട്രീറ്റിൽ നിന്ന് ആരംഭിച്ച ഒരു വലിയ പ്രകമ്പനമാണ്. അത് നമ്മുടെ വിപണിയിലേക്ക് എത്രത്തോളം കടന്നു വരും എന്നുള്ളത് ഇപ്പം നേരിട്ട് വരില്ല എന്നിരുന്നാൽ പോലും എത്രത്തോളം അതിന്റെ തുടർചലനങ്ങൾ ഇവിടെയും ഉണ്ടാകും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതുമാണ്.